ഞങ്ങളെ ഇന്നിവിടെ ലോലോലിക്ക അച്ചാറിടാൻ പോവുകയാണ്. ഇപ്പോൾ ലോലോലിക്കയുടെയൊക്കെ സീസൺ ആണെന്നല്ലോ, ഒന്നിടാമെന്ന് വിചാരിച്ചു. ഇത്രയും ലോലോലിക്ക ഉണ്ട്, ഞങ്ങൾ ഇത് കൊണ്ടുവന്ന് അച്ചാറിടാൻ പോവാണ്. അപ്പോഴേ അച്ചാറിന് വേണ്ട സാധനങ്ങളെല്ലാം താഴെ വാഴയില ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായം, വെളുത്തുള്ളി, ഇഞ്ചി, കരിയാപ്പല, എണ്ണ. കടുവ് വേണ്ടായോ? കടു. ചീനിച്ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കുകയാണ്. കുറച്ച് എണ്ണ ഒഴിക്കുക. കുറച്ച് ലോലോലിക്ക ഉള്ളത് കൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു. ഇനി അതിലേക്ക് കടുക് ഇടുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്, ഇനി കടു ഇടുക. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇടുക, കുറച്ച് ഇഞ്ചി ഇടുക, കുറച്ച് കരിയാപ്പല ഇടുക. ലോലോലിക്ക കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം. 3 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ. നമ്മൾ ഇനി ലോലോലിക്ക ഇടുകയാണ്. ഉലുവാപ്പൊടി കുറച്ച്, നല്ലെണ്ണയിലാണ് ലോലോലിക്ക അച്ചാർ ഉണ്ടാക്കിയത്. ആദ്യം നമ്മൾ കടുക് അതിനകത്തോട്ടിട്ടു. കടുക് പൊട്ടിയ ശേഷം വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഇത് മൂന്നും കൂടി ഇട്ട് വരട്ടി വെളുത്തുള്ളി ചുമന്ന പരുവായപ്പോൾ അതിലേക്ക് മുളക് പൊടി, പിന്നെ ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടിയിട്ട് അതിനകത്ത് കായപ്പൊടി ഇല്ലാഞ്ഞിട്ട് കായമാണ് ഞങ്ങൾ ഉപയോഗിച്ചത്. എല്ലാം കൂടിയിട്ട് ഇളക്കിയതിന് ശേഷം ലോലോലിക്ക അതിനകത്തോട്ടിട്ട് ഒന്ന് ഇളക്കി. കുറച്ച് ലോലോലിക്ക ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ വലിയ ചാറൊന്നും ആക്കാതെ ഞങ്ങൾ ഗ്രേവി കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അത് പാത്രത്തിൽ കോരി വെക്കുക. ഇനി നമ്മളെ ഇതിൻ്റെ മണ്ടയ്ക്കായിട്ട് കുറേ കരിയാപ്പില ഇടും. സൂപ്പറാണ്. നമ്മൾ ഗ്രേവി കുറച്ചിട്ടാണ് ഉണ്ടാക്കിയത്, നമ്മൾ ചാറാക്കിയില്ല. അത് കുറച്ച് ലോലോലിക്കായേ ഉള്ളായിരുന്നു, അതുകൊണ്ട് നല്ല സൂപ്പറാണ്, നല്ല രുചിയാണ്. എങ്ങനെയുണ്ട്? സൂപ്പർ. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ചീനിപ്പുഴുക്കാന്നല്ലോ. അതും കൊള്ളാം, പുഴുക്കിനും കൊള്ളാം.